അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഗ്രീൻ പീസ് എഗ്ഗിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു ഡിന്നറൊക്കെ ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഒരു കപ്പ് ഗ്രീൻ പീസ് ഞാൻ ഒന്ന് നന്നായി കഴുകി വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലേദിവസം തന്നെ ഇത് വെള്ളത്തിലിട്ട് വെക്കുക, രാത്രി വെള്ളത്തിലിട്ട് വെക്കുക. രാത്രികൾക്കാണെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. നന്നായി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതാണ്. ഞാൻ ഈ ഗ്രീൻ പീസ് ഒരു 3 വിസിലടിച്ചാണ് വേവിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഗ്രീൻ പീസിൻ്റെ പോലെ ഇരിക്കും കേട്ടോ. ചില ഗ്രീൻ പീസ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ചിലത് കുറേ അടിക്കണം നമുക്ക് വേവിക്കാൻ. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാം. ഇത് വെന്തുടഞ്ഞ് പോകരുത്, നല്ല മണി പോലെ കിടക്കണം, വെന്ത് കിട്ടാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 3 വിസിലടിച്ചിട്ടാണിത് വേവിക്കുന്നത് കേട്ടോ. ഇത് എനിക്കൊരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച ഗ്രീൻ പീസില്ലേ, അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീയൊന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. നമുക്കിനി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ മീറ്റ് മസാല, 1 ടീസ്പൂൺ മീറ്റ് മസാല, അത് ഞാനത് കാണിക്കാൻ ക്യാമറയിൽ പെട്ടെന്ന് വിട്ടുപോയി. ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇതിലേക്ക് 4 മുട്ട. അപ്പോൾ മെയിനായിട്ടുള്ള 4 മുട്ടയാണ് ഇതിലേക്ക് എടുക്കുന്നത് 1 കപ്പിന്. ആ 4 മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിലേക്ക് എന്താ വെച്ചാൽ ഗ്രീൻ പീസ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മുട്ട ഇതിലേക്ക് ചേർക്കാനുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ചേർത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഈ കലക്കി വെച്ച മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നന്നായി ഒന്ന് കലക്കി എടുത്തതാണ്, ബീറ്റ് ചെയ്തതാണ്. അത് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് മുട്ട പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ആ ചൂടാവുന്നതനുസരിച്ച് മുട്ട ഒന്ന് വെന്ത് കിട്ടും. എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് മില്ലൊക്കെ ആ മുട്ടേൻ്റെ ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം അപ്പോൾ മുട്ട വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 സവാള പൊടിയായി അരിഞ്ഞത്, 1 തക്കാളി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ 2-3 പച്ചമുളകൊന്ന് സ്ലൈസ് ചെയ്തൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ സവാളയൊക്കെ ചെറുതായി ഒന്ന് സോഫ്റ്റായി വരും. അധികം നമ്മളിത് മുരിയൊന്നും വേണ്ട, ചെറിയതായ രീതിയിൽ സോഫ്റ്റായിട്ടൊന്ന് കടിക്കുന്ന രീതിയിൽ ഉണ്ടായാൽ മതി. സവാളയൊക്കെ ഒന്ന് കടിക്കണം. അപ്പം ഞാൻ ലേശം ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഉപ്പ് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ, അത് നമ്മൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് തിന്നുമ്പോൾ നന്നായി കടിക്കും. കുറച്ച് സവാള പൊടിയായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറിയ കഷ്ണം പൊടിയായി അരിഞ്ഞത്, മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഇന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്